നമസ്കാരം. വാസ്തവത്തിൽ കേരളം ഒരു കന്നിപ്രസവത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. അടുത്ത പ്രസവത്തിന് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ല. സേലിംഗമിട്ട് ആരംഭിക്കുന്നു. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പ്രോസസ്സാണ് ഈ ദിവസങ്ങളിൽ കടന്നുപോയത്. ഏകദേശം 10-12 ദിവസം എന്ന് പറയാം. നമുക്ക് ഈ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് അറിയില്ലല്ലോ. ഒരു കമ്പനിയുടെ ഉടമസ്ഥത വാങ്ങുക, വിൽക്കുക വളരെ വളരെ പരിമിതമായ കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെയും അധികമില്ല. പക്ഷെ ആഗോളതലത്തിൽ ഇതൊരു നിത്യസംഭവമാണ്. നമ്മുടെ നായനാരുടെ ചായ കുടി പോലെ. ഇവിടെ ഈ ഒരു പ്രശ്നം ആദ്യമായിട്ട് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ആരെങ്കിലും അറിഞ്ഞോന്ന് അറിയില്ല. ജൂൺ 1 ജൂലൈ 1 ശ്രീ പിണറായി വിജയൻ ഇത് പ്രതിഷേധിക്കുന്നത്. അതിന് ഒരു മാസം മുമ്പ് ജൂൺ 1 ഈ വിവരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കണോമിക് ടൈംസിന്റെ ലേഖകൻ ശ്രീ പി മനോജാണ് ഇങ്ങനെ അദാനിയും MSCയുമായിട്ടുള്ള ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം. അതിനു മുമ്പ് 2023 എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിൽ വലിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2023 എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ ഇത് ദീർഘനാളായിട്ട് ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഇത് വളരെ ഗൗരവമായി പഠിക്കുന്നവർക്ക് അറിയാവുന്ന വിഷയമാണ്. ഇതിനകത്തൊരു പുതുമയുള്ളതായിട്ട് തോന്നുന്നില്ല. ശ്രീ പി മനോജ് മലയാളിയാണ്. ശ്രീ പി മനോജിനെ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുണ്ട്, സനൂപ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, മീഡിയ വണ്ണിന്റെ ജേർണലിസ്റ്റ് അഭിമുഖം ചെയ്തു. അത് ഈ വിഷയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ശ്രീ പി വളരെ കുറച്ചേ ഉള്ളൂ പി മനോജിന്റെ മറുപടികൾ, വ്യാഖ്യാനങ്ങൾ, വ്യക്തതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദാനിയുടെ ഓഹരി കൈമാറ്റ അപേക്ഷയിൽ അംഗീകാരം നൽകുക അല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. പുതിയ സർക്കാരിന്റെ കാര്യമാണ്. ഇപ്പോ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദാനി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനുവദിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും സർക്കാരിന്റെ മുന്നിലില്ല. 49% വിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള ഒരു അധികാരം കരാർ പ്രകാരം സർക്കാരിനില്ല, കേരള സർക്കാരിനില്ല. കൺസെഷൻ കരാറിൽ മാറ്റം വരുത്താനും സർക്കാരിനാവില്ല. അപ്പോൾ വളരെ പരിമിതമായ ഇടപെടൽ മാത്രമേ കേരള ഗവൺമെന്റിന് ഇനിയല്ല 2015 ചിങ്ങം 1 കരാർ ഒപ്പിട്ട് കഴിഞ്ഞ അന്നു മുതൽ LDF ആയിരുന്നെങ്കിലും കരാറിൽ കാര്യമായ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അദാനി സമ്മതിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് അനുകൂലമായി ചില കാര്യങ്ങൾ എഴുതി ചേർക്കാൻ പറ്റുമെന്നല്ലാതെ കാതലായി ഈ മാറ്റമൊന്നും കരാറിൽ പറ്റില്ല. സർക്കാരും അദാനിയുമായി ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ കരാറാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഇതിൽ ഏതൊക്കെ സമയത്ത് അദാനിക്ക് ഓഹരി വിൽക്കാമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഡോക്ടർ തോമസ് ഐസക് ഇപ്പോഴും എന്തൊക്കെയോ, ഞാൻ അതിന് അഡ്ജക്റ്റീവ്സ് ഒന്നും പറയുന്നില്ല, ഇപ്പോഴും അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പി മനോജിനെ ഒന്ന് വിളിച്ചിട്ട്, ഞാൻ ഇതിന്റെ പറഞ്ഞില്ലേ, ഞാൻ ഈ കരാർ അത്രയും ആഴത്തിലൊന്നും പഠിച്ചിട്ടില്ല. ശ്രീ പി മനോജ് ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ അഭിമുഖം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഡോക്ടർ തോമസ് ഐസക് ദയവ് ചെയ്ത് ശ്രീ പി മനോജുമായി, മലയാളിയല്ലേ, പി മനോജുമായിട്ടൊന്ന് സംസാരിക്കുക. ഡീൽ ഒപ്പിട്ട ശേഷമേ സർക്കാരിന്റെ അനുമതിക്ക് പോകാനാവൂ. ഇവിടെ എല്ലാവരും ഇപ്പോഴും പറയുന്ന ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്, ഞങ്ങള് CPMന്റെ നയം ഇപ്പോ ഓഹരി കൈമാറ്റത്തിന് എതിരല്ല എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചില്ല എന്നുള്ളത് മേമ്പൊടിയായിട്ട് ചേർക്കുന്നുണ്ട്. സർക്കാരിന്റെ അനുമതി ഇപ്പോൾ വാങ്ങിക്കേണ്ട സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഡീൽ ഒപ്പിട്ട ശേഷമേ സർക്കാരിന്റെ അനുമതിക്ക് പോകാനാവൂ. അതിനു മുന്നേ അവർ എന്തു വച്ചിട്ടാണ് സർക്കാരിന്റെ അനുമതിക്ക് പോവുക? ഒരു കരാറൊന്നുമില്ലാതെ എന്താ ഞങ്ങൾ പോയി പറയണ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ന് പറയാനും പറ്റില്ല. ഇത് കൃത്യമായ നിയമ നടപടികളുടെ പേരിലാണ് ഇത്രയും വലിയൊരു ഡീല് നടക്കുന്നത്. അപ്പോ രണ്ടുപേർ ഇങ്ങനെ ധാരണ എത്തിക്കഴിഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളായ സെബി ആയാലും കേരള ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും എല്ലാവരോടും സമീപിക്കേണ്ടത് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട്. ഇല്ലാത്ത ധാരണയുടെ പുറത്ത് ഇവരാരും ഈ ഒരു ഡിസ്കഷന് പോലും തയ്യാറാവില്ല. ഇനി
കേരള ഗവൺമെന്റിനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മറുപടിയുണ്ട്. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് NDA സൈൻ ചെയ്യും. ഇങ്ങനെ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് NDA സൈൻ ചെയ്യലാണ്. നമ്മൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്ന വിവരം നമ്മൾ രണ്ടു കൂട്ടരുമല്ലാതെ വേറൊരാൾ ഇപ്പോൾ അറിയാൻ പാടില്ല. അങ്ങനെ ഒരു NDA ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് മെയിൻ കരാറിലോട്ട് പോകുന്നത് അവർ. ഇതെല്ലാം ഈ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് എന്ന് പറയുന്ന വലിയ പ്രക്രിയയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ NDA മിക്കവാറും നമ്മുടെ ചെറിയ ചെറിയ കരാറുകളിൽ പോലും 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പോലും ഈ NDA സൈൻ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങൾ, നമ്മൾ ഈ കരാറുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലുള്ള ഡീറ്റെയിൽസ് വേറെ മൂന്നാമതൊരു പാർട്ടി അറിയാൻ പാടില്ല. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അറിയേണ്ട സമയത്ത് ഇത് അറിയണം. അതെപ്പോഴാണ് അറിയേണ്ടത്? അറിയേണ്ട നടപടിക്രമം നമ്മൾ പലതവണ പറഞ്ഞതുപോലെ ആദ്യം സെബിയെ അറിയിക്കുക, അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ അറിയിക്കുക, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേക്ക് ഹോൾഡറായ കേരള സർക്കാരിനെ സമീപിക്കേണ്ടത്. അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, MSCക്ക് വെഴിഞ്ഞത്ത് കുത്തകയായി മാറാൻ കഴിയില്ലെന്നും ഏതെങ്കിലും ഷിപ്പിംഗ് കമ്പനിക്ക് അദാനി അവസരം നിഷേധിച്ചാൽ സർക്കാരിന് നടപടിയെടുക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യമായ എന്താണ് പറയുക, ആശങ്കയാണ് ഇവിടെ MSC മാത്രമായിട്ടോ മറ്റ് ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സ് ഇവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണല്ലോ, മത്സരിക്കുകയാണല്ലോ കേരളത്തിലെ കയറ്റുമതിക്കാർ. അവർക്ക് MSCയുടെ ദയയും ദാക്ഷിണ്യം അനുസരിച്ച് വേണം ഇത് ശ്രീ പിണറായി വിജയൻ ആദ്യം പറഞ്ഞ ഒരു ആക്ഷേപമാണ്. കയറ്റുമതിക്കാർക്ക് മൊണോപ്പൊളിയുടെ പണിഷ്മെന്റ്, അവർ MSC തീരുമാനിക്കുന്ന വ്യവസ്ഥയ്ക്ക് മാത്രമേ സാധനങ്ങൾ കയറ്റിറക്കുമതി നടത്താൻ പറ്റുകയുള്ളൂ. എന്ത് ചരക്കാണ് കയറ്റുമതി ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അതുപോലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇന്നുവരെ പറയാത്തൊരു കാര്യം ശ്രീ മനോജ് പറയുന്നുണ്ട്. സെക്കൻഡ് ഫേസിൽ 5.7 മില്യൺ കണ്ടെയ്നറാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അത് MSC ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം MSC അത്രയധികം ചരക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ല. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ ലോകം മുഴുവനുമായിട്ട് നടത്തുന്ന വോളിയവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഇന്നലെ പറഞ്ഞ ഫാർ ഈസ്റ്റ് യൂറോപ്പിനിടയ്ക്ക് 5.7 മില്യൺ MSCക്ക് മാത്രം കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് മറ്റ് കപ്പൽ കമ്പനികളെ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ മൊണോപ്പൊളി എന്നുള്ള വാദം പൊളിയുകയാണ്. 5.7 അല്ല, അതിനപ്പുറം കൊണ്ടുവരാനാണ് MSC. നമ്മുടെ ആദ്യഘട്ടത്തിലെ പ്രവർത്തനം കണ്ടാൽ അറിയാം, ലക്ഷ്യത്തിനപ്പുറം നേടാനുള്ള യത്നം അവർ നടത്തും. അപ്പോ 5.7 ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ മേഴ്സ്കും CMA CGM പോലുള്ള മറ്റ് കമ്പനികളും കൂടി ഇവിടെ വന്നേ പറ്റുകയുള്ളൂ. ഇത്രയും വ്യക്തമായി കരാറിന്റെ സംശയങ്ങൾ ഒരു മലയാളി തന്നെ ആദ്യമായിട്ടത് നമ്മളെ അറിയിച്ച ഒരു മലയാളി കറസ്പോണ്ടന്റ്, ഇക്കണോമിക് ടൈംസിന്റെ കറസ്പോണ്ടന്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോരെ ആഗോള തലത്തിൽ കേരളത്തെ വീണ്ടും അപമാനിക്കേണ്ടിയിരുന്നത്. ഇനി ഡോക്ടർ തോമസ് ഐസക്കിനുള്ള മറുപടിയാണ്. ഈ ഓഹരി കൈമാറ്റത്തിലൂടെ കേരളത്തിന് എന്ത് നേട്ടം? ഇപ്പൊ തന്നെ MSC ലോകത്തിന്റെ പല പോർട്ടുകളുമായിട്ട് TRVയെ കണക്ട് ചെയ്തു തുടങ്ങി. നമുക്കിതുവരെയും സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള? എവിടെയാണ് ഈ പോർട്ടുകൾ, എവിടെയാണ് ഈ രാജ്യങ്ങളെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിശ്വ പൗരനാകുവാൻ കേരളത്തെ സഹായിക്കുന്നതാണ് ഈ ഓഹരി കൈമാറ്റം. ഇവിടുന്ന് ഇന്നലെ അല്ല, ഒരു ദിവസം മുമ്പ് പോയ എസ്കഡ എന്ന് പറയുന്ന കപ്പൽ പോയത് സൊമാലിലാൻഡ് എന്ന് പറഞ്ഞാൽ സൊമാലിയ ഇപ്പൊ രണ്ടായിട്ട് 2 ഭരണകൂടത്തിന്റെ കീഴിലാണ് സൊമാലിലാൻഡ്. ഈ സൊമാലിലാൻഡ് വഴി ഈജിപ്തിന്റെ കാർഗോ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരിക്കൽ സെയിലിംഗ് കമന്ററി പറഞ്ഞിരുന്നു. അവിടുത്തെ ബാർബറ എന്ന് പറയുന്ന പോർട്ടിലോട്ടാണ് മെനിഞ്ഞാന്ന് ഇവിടെ നിന്നൊരു കപ്പൽ പോയത്, സൊമാലിലാൻഡ്. ഇത് അധികം രാജ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു പുതിയ കൺട്രിയാണ് സൊമാലിലാൻഡ്. നമ്മുടെ ജിബൂട്ടിക്ക് തൊട്ടടുത്ത് എത്യോപ്യയെ കണക്ട് ചെയ്യുന്നതല്ല. അപ്പൊ എത്യോപ്യക്ക് ബാർബറ പോർട്ട് കൊടുക്കാം എന്നൊക്കെയുള്ള ചർച്ച പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ പല പുതിയ പോർട്ടുകളെയും MSC കണക്ട് ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ കയറ്റുമതിയും ഇറക്കുമതിയും നമുക്ക് വളർത്താനും വ്യാപിപ്പിക്കാനും കഴിയുന്ന അവസരമാണ് ഈ കരാറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് GFS ജുനോ എന്ന് പറയുന്ന കപ്പൽ പോയത് പാകിസ്ഥാനിലോട്ടാണ്. പാകിസ്ഥാനിലെ കറാച്ചി അല്ല, പോർട്ട് ക്വാസീമിലോട്ട് പോയി.
അത് കഴിഞ്ഞ് MSC വിഗോ പോയത് ഹോങ്കോങ്ങിലാണ്. ആദ്യമായിട്ടാണ് ഹോങ്കോങ്ങിലോട്ട് ഒരു കപ്പൽ പോകുന്നത്. പിന്നെ നേരത്തെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, നമീബിയ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നമീബിയയിലെ വാൽവിസ് ബേയിലോട്ട് നേരത്തെ പോയിട്ടുണ്ടോന്നൊരു ഓർമ്മയുണ്ട്. എന്തായാലും വാൽവിസ് ബേയിലോട്ടും കഴിഞ്ഞ ആഴ്ച കപ്പൽ ഇവിടെ നിന്ന് പോയി. പിന്നെ ആദ്യമായിട്ട് പോയ പ്ലയോ ബ്ലാങ്ക സ്പെയിനിന്റെ ഒരു പോർട്ടാണ്. മെയിൻ സ്പെയിൻ ലാൻഡിലല്ല, നമ്മുടെ കേപ്പ് വെർദെ, ഇപ്പൊ ഫുട്ബോളിൽ പുതിയ തരംഗം സൃഷ്ടിച്ച കേപ്പ് വെർദോ എന്നൊക്കെ പറയുന്ന ഐലൻഡിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ഐലൻഡാണ് പ്ലയോ ബ്ലാങ്ക. അത് സ്പെയിനിന്റെ കീഴിലാണ്. അങ്ങോട്ടേക്കും അലക്സാണ്ട്ര എന്ന് പറയുന്ന കപ്പൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളുമായി, ദ്വീപുകളുമായി കണക്ട് ചെയ്യുന്ന തരത്തിൽ മലയാളിക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് MSC നൽകുന്ന ഈ ഓഹരി സൗഭാഗ്യം.